എണ്ണ പലഹാരങ്ങൾ കൂടുതലായിട്ടും വില്ലനാവാറുണ്ട് അല്ലേ. എണ്ണക്കടികൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും, പക്ഷെ അത് ഭയങ്കരമായിട്ട് ബോഡിയിൽ നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടാക്കാറുണ്ട്. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം. കൊറോണയ്ക്കൊക്കെ ഒരു മുന്നേ ആയിട്ട് ക്ലിനിക്കിൽ നിന്ന് ഇങ്ങനെ വീട്ടിലേക്ക് ഇങ്ങനെ ഡെയിലി പോകുന്ന സമയത്ത് ഒരു ദിവസം ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ടൊരു കടയിൽ കയറി. നല്ല പൊരിഞ്ഞ സമൂസ ഉണ്ട് അവിടെ, ഒന്ന് കഴിച്ചു, ചായയും കഴിച്ചു. പിറ്റേത്തെ ദിവസം അതേ ടെൻഡൻസി വന്നു, ഇങ്ങനെ എണ്ണക്കടി ചായ. അങ്ങനെ കുറച്ച് കാലം ഇങ്ങനെ അത് ഒരു അഡിക്റ്റ് ആയ പോലെ വന്നു. എല്ലാ ദിവസവും വൈകിട്ട് ഒരു 7-8 മണിയാകുമ്പം ഒരു ചായയും ഒരു സമൂസയും കഴിക്കാം. അങ്ങനെ ഓരോ ദിവസം കൂടുന്നതിനനുസരിച്ചിട്ട് സമൂസയുടെ എണ്ണം കൂടാൻ തുടങ്ങി. ഒരു സമൂസ 2 എണ്ണമായി, 2 സമൂസ 3 മാറി. കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ അത് ശരീരത്തിലെ എഫക്റ്റ് ചെയ്ത് തുടങ്ങി. ഗ്യാസ്ട്രൈറ്റിസ് വന്നു തുടങ്ങി, ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യാൻ തുടങ്ങി. അപ്പോഴൊന്നും ആലോചിച്ചില്ല, അപ്പോഴൊന്നും മനസ്സിലേക്ക് വന്നിട്ടില്ലായിരുന്നു ഈ ഒരു പ്രശ്നം ആയിരിക്കാം ഇതിൻ്റെ കാരണം എന്നുള്ളത്. പെട്ടെന്ന് ഓർത്തില്ല. അങ്ങനെ പല കാരണങ്ങളാൽ ഒരു മൈൻഡിലേക്ക് ടെൻഷൻ കയറി തുടങ്ങി, അറ്റാക്കിനെ പോലെ മിമിക് ചെയ്യാൻ തുടങ്ങി, അങ്ങനെ പല പ്രോബ്ലംസും ഉണ്ടായി തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ കൊറോണയുടെ ഒരു പാൻഡമിക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കൊറോണയുടെ പാൻഡമിക് വന്ന സമയത്ത് എല്ലാ സ്ഥലത്തും ലോക്ക്ഡൗൺ ആണ്. അപ്പം ക്ലിനിക്കുണ്ട്, ഓപ്പൺ ആണ്, നമുക്ക് അവിടെ കടകളൊന്നും കിട്ടില്ലല്ലോ. ഇപ്പോൾ ഡയറക്റ്റ് വീട് ഹോസ്പിറ്റൽ, ആ രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഈ എണ്ണക്കടികളും പലഹാരങ്ങളും ഒന്നും കഴിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു. അങ്ങനെ വീട്ടിലെ ഫുഡ് മാത്രം കഴിച്ചു തുടങ്ങി, ലിമിറ്റഡ് ആയിട്ടുള്ള ഫുഡായി തുടങ്ങി. ഈ പ്രോബ്ലംസ് മെല്ലെ 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 താഴ്ന്നു തുടങ്ങി. അപ്പോൾ എണ്ണ പലഹാരം ഒഴിവാക്കിയതോടുകൂടി ഈ പ്രശ്നങ്ങളെല്ലാം മാറി. ഈ രണ്ടാമത് ഈ കൊറോണ കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്ത സമയത്ത് വീണ്ടും ഈ പ്രശ്നം വന്നു തുടങ്ങി. അപ്പോൾ മനസ്സിലായി ഇയാൾ വല്ലാണ്ടങ്ങ് വില്ലനാവുന്നുണ്ട്, ഇനി നിർത്തേണ്ട സമയമായിട്ടുണ്ട്, നിർത്തിയില്ലെങ്കിൽ പണി കിട്ടും. അങ്ങനെ പിന്നീട് ആ ഒരു എണ്ണ പലഹാരം പിന്നെ കംപ്ലീറ്റ് അങ്ങ് ഒരു 2 to 3 months ഒഴിവാക്കിയപ്പോൾ എല്ലാ പ്രശ്നങ്ങളും മാറി. അപ്പോൾ ഇതുപോലെയാണ് ഈ എണ്ണ പലഹാരങ്ങൾ ഭയങ്കരമായിട്ട് വില്ലനാവാറുണ്ട്. അസിഡിറ്റിയും ഫാറ്റി ലിവറും ഒക്കെ ഉള്ള ആളുകൾ പരമാവധി എണ്ണ പലഹാരങ്ങൾ ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്.